ഞങ്ങൾ 3 പെൺകുട്ടികളാണല്ലോ. അപ്പോൾ സയാന വയറ്റിലുള്ളപ്പോഴേ എൻ്റെ അമ്മച്ചി ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആൺകുട്ടിയാണെങ്കിൽ അവൻ 5 വയസ്സ് തികയുന്നത് വരെയുള്ള എല്ലാ ബർത്ത്ഡേക്ക് മുൻപും അവനെയും കൊണ്ട് ചെട്ടിക്കാട് പള്ളിയിലേക്ക് വരാമെന്നിട്ടാ. അങ്ങനെ അമ്മച്ചിയുടെ ആ നേർച്ച പൂർത്തിയാക്കാനും സയാൻ്റെ 5ാം പിറന്നാളിന് മുൻപ് പ്രാർത്ഥിക്കാനുമായിട്ടാണ് കേട്ടോ ഞങ്ങൾ യാത്ര പോയത്. യാത്ര പകുതിയായപ്പോഴേക്കും കാലാവസ്ഥയൊക്കെ ആകെ മാറിയിട്ടാ. അതുവരെ പെയ്യാതിരുന്ന മഴ തിമിർത്താടി പെയ്യാൻ തുടങ്ങി. നല്ല കാറ്റും ശക്തിയായ മഴയും, റോഡ് പോലും വ്യക്തമായിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയായിട്ടാണ്. വണ്ടി വഴിയോരത്ത് എവിടെയെങ്കിലും ഒതുക്കി നിർത്തേണ്ടി വരുമോ എന്ന് വരെ ഞങ്ങൾ പേടിച്ചു പോയി. മഴ പെയ്ത് തോർന്ന തണുത്ത അന്തരീക്ഷത്തിലേ ഞങ്ങളെല്ലാവരും പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടാ. വയറ് നിറയെ ഭക്ഷണവും കഴിച്ച് മനസ്സ് നിറയെ പ്രതീക്ഷകളുമായിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട്. സാധാരണ ഞങ്ങളെ ചെട്ടിക്കാട് പള്ളിയിലേക്ക് പോകുമ്പോഴേ കൊടുങ്ങല്ലൂർ അമ്പലം ചുറ്റി അമ്പലമൊക്കെ കണ്ടാണ് പോകാറുള്ളത്. ഇപ്രാവശ്യം അമ്പലത്തിൽ ഇറങ്ങിയില്ലെങ്കിലും ആ വഴിയിലൂടെ പോയി അമ്പലം കാണാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എവിടെ എൻ്റെ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ വഴി തെറ്റിച്ച് കളഞ്ഞു കേട്ടോ. അങ്ങനെ അമ്പലം കൃത്യമായി കാണാൻ പറ്റില്ല എന്ന ചെറിയൊരു സങ്കടം ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ചെട്ടിക്കാട് പള്ളിയിൽ എത്തിച്ചേർന്നു കേട്ടോ. ഭാഗ്യത്തിന് പള്ളിയിലെത്തിയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടിയിൽ നിന്നിറങ്ങി ഉണ്ണിയോളൊക്കെ കുറച്ച് നേരം സന്തോഷത്തോടെ ഓടിയൊക്കെ കളിച്ചു. അതിനുശേഷം മെഴുകുതിരിയൊക്കെ വാങ്ങി കത്തിക്കാൻ തുടങ്ങിയതും ദാ വരുന്നു വീണ്ടും മഴയുടെ വരവ്. നല്ല ഒന്നാന്തരം ശക്തമായ മഴ തന്നെ പെയ്തിറങ്ങിയിട്ടാ. ആ മഴയത്ത് കുറച്ച് നേരം കയറി നിന്നു. അതിനുശേഷം ഞങ്ങൾ 2 പള്ളിയിലും കയറി പ്രാർത്ഥിച്ചു. നേർച്ചകളെല്ലാം ഇട്ടു. അവിടുത്തെ നേർച്ച വെളിച്ചെണ്ണ എല്ലാവരുടെയും തലയിലൊക്കെ പുരട്ടി അത്ഭുത കിണറ്റിലെ വിശുദ്ധ ജലവും ഒക്കെ കോരി കുടിച്ചു. നമ്മുടെ സയാനുവിനെ സംസാരം കുറവായിരുന്നത് കൊണ്ടേ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പൊന്നാവ് എടുത്തു വെക്കൽ ഒരു നേർച്ചയുണ്ട്, അത് ചെയ്യാറുണ്ട്. അത് പതിവ് പോലെ 5ാം വർഷവും നമ്മൾ ചെയ്തു കേട്ടാ. ഇപ്രാവശ്യം സയാനും മെയ്ഡും ഏഞ്ചലും കൂടിയിട്ടാണ് ചെയ്തത്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേ പള്ളിയുടെ മുറ്റത്ത് കുറേ കളിപ്പാട്ടം കടകൾ ഉണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള കളിപ്പാട്ടങ്ങളും അവിടെ നിന്ന് വാങ്ങി. പിന്നെ നേർച്ച വെളിച്ചെണ്ണയും കീ ചെയിനും ഒക്കെ മേടിച്ച് സന്തോഷത്തോടെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങിയിട്ടാ. അപ്പോഴാണ് മറ്റൊരു രസം. ചെട്ടിക്കാട്ടേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റാതിരുന്ന കൊടുങ്ങല്ലൂർ അമ്പലം തിരികെ വരുമ്പോഴാണ് കേട്ടോ ആ വഴി കറക്റ്റായിട്ട് വന്ന് കാണാൻ കഴിഞ്ഞത്.